ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി ചേരുന്നുണ്ട്. റോഡ് സേഫ്റ്റി വിദഗ്ധനാണ്, റോഡ് സുരക്ഷാ വിദഗ്ധനാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഈ അപകടം നോക്കൂ, അപകടത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ സംവിധാനങ്ങളെന്ന് ആലോചിച്ചു പോവുകയാണ്. അതായത് ഈ അടിമുടി വീഴ്ചകളാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഫിറ്റ്നസ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടത്തുന്ന ലോഡുമായി പോകുന്ന ഒരു വാഹനം പിന്നീട് ഇതിൻ്റെ ടയർ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുകയാണ്. ഈ ടയറൊക്കെ ഇട്ട് എങ്ങനെ ഓടുമെന്നുള്ള കാര്യമാണ് ഏറ്റവും അത്ഭുതം. പിന്നീട് എന്താണ്, ഹെവി ലൈസൻസ് ഈ ഡ്രൈവർക്ക് ഇല്ല എന്നുള്ളത്. പിന്നീട് 30ലേറെ തവണ ചലാൻ അടിച്ചിരിക്കുകയാണ്. അവിടെ ഈ നിയമലംഘനത്തിന് നോട്ടീസ് കിട്ടി, പേപ്പർ കിട്ടിയ ഒരു വാഹനമാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പിഴച്ചുപോയി? അപ്പോൾ ഇവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണോ ഈ വാഹനം ഇങ്ങനെ ഓടിയത്? തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് വളരെ വലുതാണ് കേരളത്തിലെ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ. കാര്യം അവർക്ക് യൂണിഫോം ഉണ്ട്, ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, നല്ല നല്ല വാഹനങ്ങളുണ്ട്, നല്ല വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. എന്നിട്ടും അവർ കമ്മിറ്റഡ് ആയിട്ട് പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു പ്രയത്നം പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഞാൻ ഈ ഫീൽഡിൽ 10-28 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ റോഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. റോഡ് അപകടങ്ങളും ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ടെങ്കിൽ തന്നെയും ഉള്ളവരെ കൊണ്ട് പരമാവധി മാൻ പവർ യൂട്ടിലൈസേഷൻ പ്രോപ്പറാക്കുകയും അവർ കമ്മിറ്റഡ് ആകുകയും അവർ സത്യത്തിൽ ഇതിന്റെ ഉത്തരവാദികളാകുകയും വേണം. ഈ പർട്ടിക്കുലർ ആക്സിഡന്റ് ഉണ്ടായ കൊല്ലം റൂറൽ ഡിസ്ട്രിക്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ എൻഫോഴ്സ്മെന്റ് RTOയും ഒക്കെ ഇതിന് ഉത്തരവാദികളാകണം. അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, ഈ വഴിവക്കിൽ നിന്നും പരിശോധന നടക്കാറുണ്ട്. ഹെൽമറ്റ് ഇല്ലാതെ പോകുന്ന ആളുകളെ വളഞ്ഞിട്ട് പിടിക്കുന്നു, മറ്റു വാഹനങ്ങൾ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ടിപ്പർ പോലെയുള്ള വാഹനങ്ങൾ ഇത്രയധികം കൺമുന്നിലൂടെ പോയിട്ടും അത് തൊടാൻ പോലും കഴിയാതെ പോകുന്നത് എന്താണ്? ഞാൻ ഈ മേഖലയിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ രഹസ്യമായിട്ട് ചില ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ അതിൽ ചില നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ പറയുന്ന RTOമാരും DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഇവർക്കൊക്കെയുള്ള ബന്ധം. ഈ ടിപ്പർ ഉടമ, മണ്ണ് മാഫിയമാരുമായിട്ടുള്ള ബന്ധം. അപ്പോൾ മാസപ്പടി എല്ലാ തവണയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റോഡിലുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ട്രാഫിക് ഉദ്യോഗസ്ഥരോ തൊടാൻ പേടിയാണ്. അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകേൾവി മാത്രമാണോ? ഇതൊക്കെ ഉള്ള കാര്യമാണോ? ഇത് പറഞ്ഞ ശരിയാണ്. കാര്യം ഇപ്പോ ഹെവി ടിപ്പർ ലോറികൾ, അതായത് 1000-800 സ്ക്വയർ ഫീറ്റ് പോലും മെറ്റീരിയൽ കയറ്റി ഓവർലോഡറായിട്ട് വരുന്ന ടിപ്പർ ലോറികൾ തൊടാൻ പാടില്ലെന്നാണ് നിർദ്ദേശം കൊടുത്തേക്കുന്നതെന്നാണ് എന്നോടും ഹൈവേ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു, നോക്ക്, ഈ ടിപ്പർ ലോറിയുടെ മുകളിൽ നിന്നുള്ള കല്ല് പിന്നിലേക്ക് പതിച്ചൊരു പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? സാർ, അത് ഈ വണ്ടിമേ തൊടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അപ്പൊ ഇതൊക്കെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ് നിക്ഷിപ്തമാണ് ഈ അധികാരം. അതുകൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ടിപ്പർ ലോറികളുടെ പങ്ക് വളരെ വലുതാണ്. അത് എല്ലാ ടിപ്പർ ലോറികളും റോഡ് വർത്തി കണ്ടീഷൻ അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് സംഭവിച്ചത്. അതേപോലെ ഓവർലോഡഡ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ ഏകദേശം 60% ടിപ്പർ ലോറികളും ഓവർലോഡഡ് ആണ്. അത് ഡേഞ്ചറസ് ഓവർലോഡിങ്ങും ഡേഞ്ചറസ് എക്സസീവ് സ്പീഡിങ്ങും അവർ ചെയ്യുന്നുണ്ട്. അവരെ തൊടാൻ പറ്റില്ല. കാര്യം അവരൊക്കെ ഈ 8.5 ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ഈ പല ജില്ലകളെ തരംതിരിച്ച് നോക്കുമ്പോൾ ഈ ടിപ്പറിന്റെ സമയം നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉള്ളതാണ്, നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഈ സംവിധാനമാണ്. അപ്പോൾ ഈ ഓരോ സമയക്രമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സമയം അനുസരിച്ചാണെങ്കിൽ എന്താണ്, ഇപ്പോൾ തിരുവനന്തപുരം 8 മണി മുതൽ 10 മണി വരെ രാവിലെ, അതിനുശേഷം 3 മുതൽ 4:30 വരെ. കൊല്ലം ജില്ല നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എടുക്കാം. ഈ സാഹചര്യത്തിൽ 8:30 തൊട്ട് 10 മണി വരെയാണ്. അപ്പോൾ 8:30 കുട്ടികളൊക്കെ രാവിലെ അവർ സ്കൂളിൽ പോവുകയാണ്. പുലർച്ചെ 6 തൊട്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ ബസ് കാത്തു നിൽക്കും. സ്കൂളിൽ പോകുന്ന സമയമാണ് ആ സമയം തൊട്ട്. അവിടെ ഒരു ക്രമീകരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 8:30 അകം ഈ ലോറികൾ എന്താണ്, ലോഡുമായി പോകുന്ന ലോറികൾ അവർ മണ്ണ് കൂടുതൽ അടിച്ചടിച്ച് അവർ അമിത വേഗത എടുത്തുകൊണ്ടായിരിക്കും മണ്ണടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതല്ലേ, പുനഃക്രമീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ്. കാര്യം ഈ ഡ്രൈവർമാർക്ക് ഓരോ ട്രിപ്പിനാണ് കാശ് കൊടുക്കുന്നത്. ഇപ്പൊ 8:30 കൊല്ലം ജില്ലയിലെ ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ 7 മണി തൊട്ടേ ഓവർ സ്പീഡ് തുടങ്ങും. എങ്ങനെങ്കിലും പരമാവധി ട്രിപ്പുകളുടെ എണ്ണം കൂട്ടി കൂടുതൽ കാശ് വാങ്ങാൻ വേണ്ടി. ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ഇവർക്ക് ഒത്താശ ചെയ്യും. ഇപ്പൊ താങ്കൾ പറഞ്ഞതും ഞാൻ വിഷ്വൽസിൽ കണ്ടതും ആ വാഹനത്തിന്റെ ടയർ ഓടിത്തേഞ്ഞ് മൊട്ടയായി. ഇത്രയും റോഡിൽ അപകടകാരിയായ ഒരു ടിപ്പർ ട്രക്കിന് പിടിക്കാൻ ആർക്കും പറ്റിയില്ല എങ്കിൽ എന്തിനാണ് നമുക്ക് ഇത്രയും പോലീസ് വാഹനങ്ങൾ?
എന്തിനാണ് നമുക്ക് ഇത്രയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും വാഹനങ്ങളും? അവരുടെ എല്ലാ ആവശ്യങ്ങൾ നടത്താൻ പൊതുജനങ്ങളുടെ ഖജന എന്താ പറയുന്നത്, ടാക്സ് പേയേഴ്സിന്റെ പൈസയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റില്ലെങ്കിൽ ഈ പണി ഇട്ടിട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതെല്ലാം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വലിയൊരു വീഴ്ചയുണ്ട്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് അടിയന്തരമായിട്ട് ഒരു അഴിച്ചുപണി വേണം. ഇത്തരം പ്രവണതകൾ തുടരാൻ പറ്റില്ല. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ്, ധാരാളം വണ്ടികളുണ്ട്. കൊട്ടാരക്കര സബ് ഡിവിഷനിലാണെങ്കിൽ കൺട്രോൾ റൂം വെഹിക്കിൾസ് ഉണ്ട്, ട്രാഫിക് യൂണിറ്റിന്റെ വണ്ടിയുണ്ട്, ഹൈവേ പോലീസ് വണ്ടിയുണ്ട്. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കണം ഇത്തരം വണ്ടികളെ നിയന്ത്രിക്കണം. പക്ഷെ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പ്രമാണിമാരുടെ സ്വാധീനം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് കൊല്ലം റൂറൽ ജില്ല എന്ന് പറയുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അപകടങ്ങൾ കുറയ്ക്കണമെങ്കിൽ നിർദാക്ഷിണ്യമായുള്ള നടപടികൾ ഉണ്ടാകണം. അത് റോഡിൽ കാണണം. ഇത് കാണുന്നില്ല. റോഡിൽ കാണുന്ന പാവപ്പെട്ട 2 വീലേഴ്സിനെ പിടിച്ചു നിർത്തുക, അവനെ പിഴയടിക്കുക എന്നല്ലാണ്ട് ഈ ടിപ്പർ ലോറികളെ മാതിരിയുള്ള വാഹനങ്ങൾ ദിവസം 2 പേരെ വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തടയാനും അവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കാനോ ബഹുമാനപ്പെട്ട കോടതികൾക്ക് സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട DGP ഇതിനകത്ത് ഇടപെടണം, ആഭ്യന്തരമന്ത്രി ഇടപെടണം. നമുക്ക് റോഡ് സുരക്ഷിതമാകണം. അതിനൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഇങ്ങനെ ഇങ്ങനെ ഇത് പോകുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ 3800ഓളം ഡെത്ത് ഉണ്ടാകുന്നത് അടുത്ത 2 കൊല്ലം കൊണ്ട് അത് 8000 ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്.